ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ 100 ഡേയ്സ് ചാലഞ്ച് ഇപ്പോൾ 35 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നിൽ സംഭവിച്ചത് എന്നാണ്. ഒന്നാമതായി എൻ്റെ ജീവിതശൈലി പൂർണ്ണമായി ഞാൻ മാറ്റിയെടുത്തു എന്നതാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതശൈലി മാറ്റിയെടുക്കുന്നത് ഏതാണ്ട് ശാസ്ത്രം പറയുന്നത് 30 ദിവസം മുതൽ 90 ദിവസം വരെ വേണ്ടി വരുമെന്നതാണ്. ഇപ്പോൾ ഞാൻ 35 ദിവസമാകുമ്പോൾ തന്നെ എൻ്റെ ജീവിതശൈലി വളരെയേറെ മാറ്റങ്ങൾ ഞാൻ വരുത്തി. രാവിലെ ഏതാണ്ട് 4:30-5 മണിക്ക് ഞാൻ എണീക്കും. അരമണിക്കൂർ ബൈബിൾ വായിക്കും. അത് ഞാൻ ലൈവായി തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ റീൽസ് അപ്ലോഡ് ചെയ്യും. ഒരു വചനത്തിൻ്റെ റീൽസ് അപ്ലോഡ് ചെയ്യും. ഒരു വചനവും പോസ്റ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ജിമ്മിൽ പോവും. 1 അവർ വർക്കൗട്ട് ചെയ്യും. വീട്ടിൽ തിരിച്ചു വന്ന് പിന്നെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ, കാര്യങ്ങൾ, അംഗൻവാടി കൊണ്ടുപോക്ക്, അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 10 മണി മുതൽ 3 മണി വരെ എൻ്റെ ബിസിനസ് പരമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലെല്ലാം എനിക്ക് വ്യാപൃതമാകാനുള്ള സമയം എനിക്ക് ധാരാളം ലഭിക്കുന്നു. അതുപോലെ 3:30 ആകുമ്പോൾ മകളെ കൊണ്ടുവരികയും വീണ്ടും ഞാൻ 2 പ്രാവശ്യം ജിമ്മിന് പോകുന്നുണ്ട്. കാരണം വെയിറ്റ് ലോസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് 3:30ക്ക് ഞാൻ ജിമ്മിന് പോവുകയും വീണ്ടും 1 അവർ അവിടെ വർക്കൗട്ട് ചെയ്യുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വളരെയേറെ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഏത് മാറ്റാൻ പറ്റാത്ത ശീലം അതുപോലെ ഭക്ഷണക്രമം വളരെയേറെ മാറ്റപ്പെട്ടു. ഇപ്പോൾ ഞാൻ പൂർണ്ണമായും ഡയറ്റാണ് ചെയ്യുന്നത്. പൂർണ്ണമായും ഡയറ്റിലേക്ക് മാറ്റപ്പെട്ടു. കാരണം ഞാൻ പല റീൽസിലും എൻ്റെ വെയിറ്റ് കുറയോ 100 ദിവസം കൊണ്ട് 92-75 കിലോ കുറയാൻ പറ്റുമോ എന്ന് ഞാൻ പലരോടും ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും കുറയില്ല എന്നാണ് പറഞ്ഞത്. അതിന് കാരണം എൻ്റെ ഭക്ഷണക്രമം. എനിക്ക് ഭക്ഷണത്തോട് കാണുമ്പോൾ ഞാൻ സ്വാഭാവികമായും സാധാരണ മനുഷ്യനെ പോലെ ഭക്ഷണം കഴിക്കും എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ ഞാൻ പൂർണ്ണമായും എൻ്റെ ഡയറ്റ് പ്രകാരമുള്ള ഭക്ഷണം കഴിച്ചാണ് ഞാൻ പോകുന്നത്. അരിയാഹാരം പൂർണ്ണമായി ഒഴിവാക്കി. മറ്റ് പ്രോട്ടീനാണ് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത്. ചിക്കൻ, മുട്ട, അതുപോലെ വെജിറ്റബിൾസ്, ധാരാളം വെള്ളം കുടിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഭക്ഷണക്രമവും പൂർണ്ണമായും മാറ്റപ്പെട്ടു. അതുപോലെ ഈ 100 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ലക്ഷ്യം ഞാൻ ആദ്യം മുൻകൂട്ടി പറഞ്ഞിരുന്നു, 100 ദിവസം കൊണ്ട് 100 ഡേയ്സ് കൊണ്ട് മോണിറ്റൈസേഷൻ ഞാൻ നേടിയെടുക്കാൻ ഞാൻ പരിശ്രമിക്കുന്നതാണ് എന്ന്. ഫേസ്ബുക്കിൻ്റെ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ലഭിക്കുവാൻ വേണ്ട പ്രവർത്തികൾ ചെയ്യുന്നു. അതിന് ക്രൈറ്റീരിയയായി ഫേസ്ബുക്ക് പറഞ്ഞിരിക്കുന്നത് 2025 6 ലക്ഷം വ്യൂ ഉണ്ടായിരിക്കണം. റണ്ണിങ് ആയിട്ട് 3 മിനിറ്റിൽ കുറയാതുള്ള വീഡിയോ ഉണ്ടായിരിക്കുകയും വേണം. ലൈവല്ല, നമ്മളെ ആ സമയത്ത് നമ്മുടെ ഫേസ്ബുക്കിൽ 3 മിനിറ്റ് കുറയാതുള്ള വീഡിയോയും ഉണ്ടായിരിക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും. അതല്ലെങ്കിൽ 10,000 ഫോളോവേഴ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ ഏജ് ലിമിറ്റ് 18-ൽ കൂടുതലായിരിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ സാധ്യതകളും പഠിക്കുകയും എല്ലാ ടൂൾസും ഉപയോഗിച്ചാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഫേസ്ബുക്കിൽ 5 ടൂൾസാണുള്ളത്. ഒന്ന്, ഫോട്ടോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതിൽ ഇൻട്രാക്ഷൻ വരുന്നതും കമൻറ്റ്സ് വരുന്നതും അനുസരിച്ചിട്ട് നിങ്ങളുടെ വ്യൂസ് കൂടും. അതുപോലെ പോസ്റ്റുകൾ നിങ്ങൾക്ക് എഴുതാം. നല്ല നല്ല വേർഡ്സ് ഉപയോഗിച്ച് നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മൂന്നാമതായിട്ട് റീൽസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നാലാമത് 3 മിനിറ്റിൽ കുറയാത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതാണ് ലോങ് വീഡിയോസ്. അഞ്ചാമതായിട്ട് ലൈവ് വീഡിയോയും നിങ്ങൾക്ക് ചെയ്യാം. ഈ 5 മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വ്യൂസ് 60 ദിവസത്തിനുള്ളിൽ 6 ലാക്ക് വ്യൂസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇൻറ്ററാക്ഷനൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് തരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ലഭിക്കും എന്നതാണ് ഫേസ്ബുക്കിൻ്റെ നിർദ്ദേശം. അല്ലെങ്കിൽ 10,000 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണമെന്നത്. ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 35 ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പം 35 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വ്യൂ
എത്തിയിരിക്കുന്നത് 5 ലക്ഷത്തിന് മുകളിലാണ്. അതായത് 28 ദിവസം, പ്രീവിയസ് 28 ദിവസത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റായി നിരന്തരമായി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിൽ മാസ്റ്ററായി മാറും എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കൂടാതെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ തന്നെ നാം കൺസിസ്റ്റൻ്റായി നമ്മളൊരു പ്രവൃത്തി നിരന്തരം, ചെറിയ പ്രവൃത്തികളായിരിക്കും, നിരന്തരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളതിൽ മാസ്റ്ററായി മാറും എന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ റീൽസുകളും ഫോട്ടോസും പോസ്റ്റുകൾ അത്യാവശ്യം എഴുതി, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം 3 മിനിറ്റിൽ കുറയാത്ത വീഡിയോസും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫോളോവേഴ്സ് നിർബന്ധമില്ല ഇതിന്. നിങ്ങൾ വ്യൂസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഫോളോവേഴ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫോളോവേഴ്സ് കൂടിയാൽ കുറച്ചധികം വ്യൂസ് കൂടും എന്നല്ലോ കരുതി ഞാൻ ഈ കേരള കമ്മ്യൂണിറ്റി ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട് കമ്മ്യൂണിറ്റീൻ്റെ. അതായത് തമ്മിൽ പരസ്പരം ഫോളോ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ഞാനിതിൽ കയറി പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കമൻ്റ് അയക്കുകയും പെട്ടെന്ന് തന്നെ എനിക്ക് 1000-ലധികം ഫോളോവേഴ്സിനെ കിട്ടിയിരുന്നു. അതുപോലെ ഞാൻ 1500-ലധികം ആൾക്കാരെ ഞാൻ ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഇപ്പോൾ അത് ഒരാഴ്ചയായിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാം ബ്ലോക്കായി, ഫേസ്ബുക്ക് എല്ലാം സ്റ്റക്കാക്കി. കാരണം ഫേസ്ബുക്ക് നമ്മളെ പറ്റി സ്റ്റഡി ചെയ്യുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം നമ്മൾ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുകയും പെട്ടെന്ന് തന്നെ നമ്മളെ ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിലെന്തോ അസ്വാഭാവികതയുണ്ടെന്ന് കരുതി ഫേസ്ബുക്ക് അൽഗോരിതമോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാച്ച് ചെയ്യുന്നവരോ നമ്മളെ അത് മൊത്തത്തിൽ കമൻറ്റും ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ എനിക്ക് ഇന്നലെയും ഇന്നുമായിട്ട് എനിക്ക് ഒരാളെ ലൈക്ക് ചെയ്യാനോ ഒരാളെ ഫോളോ ചെയ്യാനോ ഒരാൾക്ക് കമൻറ്റ് തിരിച്ചു കൊടുക്കുവാനോ, എൻ്റെ വാളിൽ പോലും കമൻറ്റ് തിരിച്ചു കൊടുക്കുവാനോ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കമൻറ്റ് ചെയ്യുകയും കൂടുതൽ പേരെ ഫോളോ ചെയ്യുകയും കൂടുതൽ പേര് എന്നെ തിരിച്ചു ഫോളോ ചെയ്യുകയും ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യൂട്യൂബിലും ഇത്തരത്തിലുണ്ട്. നമ്മൾ സഡനായിട്ട് സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴും നമ്മൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഈ കാര്യം മനസ്സിലാക്കുക. നമ്മൾ സഡനായിട്ട് കൂടുതൽ കമൻറ്റും ഫോളോവേഴ്സും ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളിലേക്കും കമൻറ്റും ഫോളോവേഴ്സും ചെയ്യുമ്പോൾ അവരത് അനുവദിക്കുന്നതല്ല എന്നതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴെനിക്ക് കമൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല, ലൈക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ കരുതി ഇപ്പോൾ എന്താ ചെയ്യുക, എൻ്റെ നിശ്ചിതമായ വ്യൂ നഷ്ടപ്പെട്ടു പോകും. കാരണം ഞാൻ കുറേ കമ്മ്യൂണിറ്റിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു, കുറേ ഗ്രൂപ്പുകളിൽ, അതായത് പ്രയർ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ജിമ്മിൻ്റെ ഗ്രൂപ്പുകളിലും. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ വ്യൂ കിട്ടുന്നത്. എൻ്റെ റീൽസ് ഞാൻ ജിമ്മിൻ്റെ റീൽസ് ജിമ്മിൻ്റെ ഗ്രൂപ്പിലും പ്രയറിൻ്റെ റീൽസ് പ്രയറിൻ്റെ ഗ്രൂപ്പിലും ചെയ്യുമ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടും. അപ്പോൾ അത്തരത്തിലാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ വ്യൂസ് കുത്തനെ കുറയും എന്ന ഒരു പ്രശ്നത്തിലായപ്പോൾ ഞാൻ കരുതി എന്താ ചെയ്യാൻ പറ്റുമോ ഇതിന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത് നമുക്ക് നമ്മളുടെ ഇത് ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ പറ്റില്ല എന്നേ ഉള്ളൂ. നമുക്ക് നമ്മളുടെ പോസ്റ്റുകളും നമ്മളെ കമൻറ്റുകളും നമ്മളെ വീഡിയോസും എല്ലാം ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മളുടെ ഫോളോവേഴ്സിന് പറ്റും. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ പേരിലേക്ക് എത്തുകയും കൂടുതൽ വ്യൂസ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നമുക്കിപ്പോൾ പറയാമെന്നല്ലാണ്ട് എല്ലാവരും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, നമ്മളുടെ ഈ വ്യൂസ് നമ്മുടെ ഗ്രൂപ്പുകളിലെത്താൻ. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയുന്നവരുടെ ഫോൺ വാങ്ങി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ വാളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ വ്യൂവും റീച്ചും കിട്ടുക തന്നെ ചെയ്യും. കാരണം നിങ്ങളുടെ വീഡിയോ തന്നെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ കാര്യം അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നത്തിലായിരിക്കുകയാണ്. ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആരെയും ഫോളോ ചെയ്യാനും പറ്റില്ല. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യാം, പക്ഷേ എനിക്കാരെയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ഡിജിറ്റൽ ക്രിയേറ്റേഴ്സും
ഈ കാര്യം അറിഞ്ഞിരിക്കണം. നമ്മളൊരു നിശ്ചിതമായ അളവിൽ മാത്രമേ കമൻറ്റും ഫോളോവേഴ്സിനെ കൂട്ടുകയും ചെയ്യാൻ പാടുകയുള്ളൂ. നിശ്ചിത കമൻറ്റ് മാത്രമേ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും പാടുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക. അഥവാ ഇത്തരത്തിൽ പെട്ടുപോയാൽ തന്നെ നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ റീൽസും പോസ്റ്റുമെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ബ്രദറിൻ്റെയോ നിങ്ങളുടെ അമ്മയുടെയോ നിങ്ങളുടെ സഹോദരൻ്റെയോ പേജുകളിൽ പോയി നമ്മുടെ വീഡിയോസ് ആ ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് അത് നിങ്ങളുമായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുക. ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ഷെയർ ചെയ്ത് മുന്നോട്ട് പോകും. ഞാൻ വിചാരിക്കുന്നത് 100 ദിവസം കൊണ്ട് തന്നെ എനിക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ലഭിക്കുമെന്നതാണ്. ഞാൻ പ്രെയർ ചെയ്യുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ വിശ്വാസത്താലാണ് സകലതും സംഭവിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ അപ്ഡേഷൻസ് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും കൂടുതൽ അപ്ഡേഷൻസ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.